ഉമ്മത്തിന് വേണ്ടി ഏറ്റവും അധികം ദുആ ചെയ്ത നേതാവ്, ഏറ്റവും നല്ല വിട്ടുവീഴ്ചകളൊക്കെ ചോദിച്ചു വാങ്ങി തന്ന നേതാവ്, ഫഖറ മഗ്ശിയൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബോധരഹിതരായി പോയി, ബോധം കെട്ടുപോയി. സഹോദരങ്ങളെ, ഉമ്മത്തിന്റെ കഥ കേട്ടിട്ടാണ് വൻകുറ്റം ചെയ്തിട്ട് തൗബ ചെയ്യാത്തവരെന്ന് പറയുമ്പോ നിസ്കാരം ഒഴിവാക്കിയതിന് ഇനിയും തൗബ ചെയ്യാത്തവരുണ്ടോ? നിസ്കാരം ഒഴിവാക്കിയത് വീട്ടിയാൽ മാത്രം പോരല്ലോ, തൗബ ചെയ്യണം. കാര്യകാരണമില്ലാതെ നിസ്കാരം പിന്തിച്ചവർ നിസ്കരിക്കണം, തൗബ ചെയ്യണം. കാര്യകാരണമില്ലാതെ നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റങ്ങളിൽ ഒന്നാണ്. വൻകുറ്റങ്ങൾ ഒന്നല്ല, ധാരാളമുണ്ട്. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു പോയോ, തൗബ ചെയ്യാതെ നീ അങ്ങനെ മുന്നോട്ട് പോകരുത്. അള്ളാഹുവിനോട് ഖേദപൂർവം നീ മാപ്പ് ചോദിക്കണം. ആ വിഷയത്തിലേക്ക് പിന്നെ പോകില്ലാതെ തീരുമാനമെടുക്കണം. ജീവിതത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഖേദപൂർവമുള്ള തൗബയില്ലേ, യജമാനനായ റബ്ബ് സ്വീകരിക്കും. ആ പാപക്കറ അല്ലാഹു പുറത്തു തന്നാൽ രക്ഷപ്പെട്ടു പോകാം. വൻകുറ്റം ചെയ്തവർ കാണാ തട്ടെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കണ്ടില്ലേ? ഉമ്മത്തിനെ ആലോചിച്ച് തങ്ങൾക്ക് ബോധം കിട്ടപ്പോ, ബോധം തെളിഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീലേ, അദ്മത്തു മുസീബത്തി വസ്തദ്ദ ഹുസ്നി, എന്റെ ദുഃഖം കഠിനമായി പോയി. അവയദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, എന്നെ വിശ്വസിച്ച ആളുകൾ, അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ, അവരിൽ നിന്ന് വല്ലവരും നരകത്തിൽ പ്രവേശിക്കുമോ ജിബ്രീലേ? അതേ നബിയേ, തസൂഖുഹുൽ മലായികത്തു ഇലന്നാർ, മലക്കുകൾ അവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. വലാ തസ്വദ്ദു വുജൂഹുഹും, അവരെ മുഖം കരിവാളിക്കൂല, പക്ഷേ അവരും നരകത്തിലെത്തിച്ചേരും, നരകത്തിന്റെ തീക്ഷ്ണത അനുഭവിക്കും. എങ്ങനെയാണ് മലക്കുകൾ അവരെ കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, അമ്മർ റിജാലു ഫബില്ലിഹാ, പുരുഷന്മാരെ താടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിന്നവാസി, അല്ലെങ്കിൽ മൂർദാവ് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. വഅമ്മന്നിസാ, സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഫബിദ്ദവാഇബി വന്നവാസി, നീളമുള്ള തലയിലെ മുടിയില്ലേ, അതിൽ നീണ്ടു നിൽക്കുന്ന മുടിയും മൂർദാവും പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. അവര് നരകത്തിലേക്ക് എത്തുന്ന സമയത്ത് മാലിക് അലൈഹിസ്സലാം മലക്കുകളോട് ചോദിക്കും, ആരാണ് ഈ കൂട്ടര്? മലക്കുകൾ പറയും, ഹൗലാഇ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. മാലിക് അലൈഹിസ്സലാം അവരോട് ചോദിക്കും, അമാലക്കും ഫിൽ ഖുർആനി സജ്റൻ അനിൽ മആസി, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് വാണിംഗ് വന്നില്ലയോ? കുറ്റകൃത്യങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന വാണിംഗ് ഖുർആനിലൂടെ വന്നിട്ടില്ലയോ? അവര് പറയും, അതേ വന്നിരുന്നു, പക്ഷേ ഞങ്ങളത് സ്വീകരിച്ചു പോയില്ല. വീണ്ടും തെറ്റുകുറ്റങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. അത് വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ അവിടെ വെച്ച് കരയുമ്പോൾ കണ്ണിലൂടെ വരുന്നത് രക്തത്തിന്റെ തുള്ളികളാണ്. മാലിക് അലൈഹിസ്സലാം പറയും, മാ ഹസന ഹാദൽ ബുകാ ലൗ കാന ഫിദ്ദുനിയാ മിൻ ഖശിയത്തില്ലാഹി തആല ലമാ മസ്സതുകുമുന്നാർ, ഈ ദുനിയാവിൽ വെച്ചാണ് ഈ കരച്ചിലെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾക്ക് നോമ്പ് വന്നില്ലയോ? പാതിരാത്രികൾ കിട്ടിയില്ലയോ? സങ്കടങ്ങൾ ചിന്തിക്കാനുള്ള മനസ്സ് തന്നില്ലയോ? പാപക്കറകൾ ഓർക്കാനുള്ള മനസ്സൊക്കെ അല്ല തന്നില്ലയോ? ഒറ്റ നിൽക്കിട്ടക്കിരുന്നും കൂട്ടമായിട്ടും കരയാനുള്ള വേദി തന്നില്ലയോ? ദുനിയാവിൽ വെച്ചായിരുന്നു ഈ കരച്ചിലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ട ഗതിയില്ലായിരുന്നു. അവിടെ വെച്ച് കരഞ്ഞൂടായിരുന്നില്ലേ?
പേടിച്ച് കരയുന്ന മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് പുറത്തു തന്നു എന്നുള്ളൊരു വിഷയവും നമുക്ക് വന്നിട്ടില്ലയോ? ആലോചിച്ച് ആലോചിച്ച് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ് കറകൾ മുഴുവനും നീക്കിയിട്ട് നരകം തൊടാതെ സ്വർഗത്തിലെത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഈ അഹ്ലുൽ കബായിറിനെ, വൻകുറ്റങ്ങൾ ചെയ്ത ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോയിടാൻ സബാനിയത്തിനോട് മാലിക് അലൈഹിസ്സലാം പറയുമ്പോ നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയിടുന്നു. നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയിട്ടാൽ നരകത്തിൽ വെച്ച് അവര് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശ്വാസത്തിന് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ബാക്കി 6 തട്ടുകളിലുള്ളവരും വിശ്വാസ വൈകല്യം സംഭവിച്ചവരാണ്. നല്ല നിലക്ക് വിശ്വസിക്കാനുള്ള ഒരുപാട് ചാൻസ് കിട്ടിയിട്ടും വിശ്വാസത്തിൽ മാലിന്യവും മായവും ചേർത്തവരാണ് ഏറ്റവും അടിത്തട്ടിലുള്ളവര്. ബാക്കി തട്ടുകളിലൊക്കെ ഉള്ളവര് വിശ്വാസ രംഗത്ത് വൈകല്യം പറ്റിയവരല്ലേ? ഒന്നാമത്തെ തട്ടിലുള്ള ആളുകള് മുകളിൽ നിന്ന് എന്നുമ്പോ ഒന്നാമത്തെ തട്ടിലുള്ളവര് വിശ്വാസ രംഗത്തൊരു കുഴപ്പവുമില്ല, പക്ഷേ കർമ്മരംഗത്ത് വൈകല്യം സംഭവിച്ചവരാണ്. അവരൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ് തീ മാറി നിൽക്കുകയാണ്. അവരെ തൊടാതെ തീ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുമ്പോ മാലിക് അലൈഹിസ്സലാം പറയും യാ നാറു ഖുദീഹിം. തീനോട് പറയും, നരകത്തോട് പറയും, അവരെ പിടിക്കാൻ വേണ്ടി പറയും. ഫമിൻഹും മൻ തഖുദുഹു ഇലാ ഖദമിഹി. കാൽപാദം വരെ തീ പിടിച്ചു വെക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഖുദുഹു ഇലാ റുക്ബതിഹി. മുട്ട് വരെ തീ പിടിച്ച് ശിക്ഷിക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഖുദുഹു ഇലാ സ്വദ്രിഹി. നെഞ്ച് വരെ തീ നരകം പിടിച്ച് ശിക്ഷിക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഖുദുഹു ഇലാ ലിഹിയതിഹി. താടിരോമം വരെ, താട വരെ നരകം പിടിച്ച് ശിക്ഷിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. നരകത്തിലേക്ക് അവരെ വിധി എഴുതിയിട്ട് നരകം പിടിച്ചിട്ട് അവരെ ശിക്ഷിക്കുമ്പോ നരകത്തിൽ വെച്ച് മുഅ്മിനീങ്ങൾ അല്ലാഹനെ വിളിക്കുന്നുണ്ട്. യാ ഹന്നാനു യാ മന്നാനു യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവിനെ വിളിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, അവരുടെ ഉമ്മത്തിൽ നിന്നുള്ള ദോഷികൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം പറയണം. ജിബ്രീൽ അലൈഹിസ്സലാം അത് പോയി പറയുമ്പോ കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് വേണ്ടി സുജൂദിലായി വീഴും. അല്ലാഹുവിനോട് ശഫാഅത്ത് ചോദിക്കും. അല്ലാഹു തആല ശഫാഅത്ത് നൽകുന്നു. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു ശഫാഅത്ത് സ്വീകരിക്കുന്നു. അങ്ങനെ നരകത്തിൽ നിന്ന് മുഅ്മിനീങ്ങളിൽപ്പെട്ടൊരു വിഭാഗത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. എല്ലാവരെയും ഒറ്റഘട്ടത്തിൽ രക്ഷപ്പെടുത്തൂല കേട്ടോ. 7 വിധം ശഫാഅത്തുകൾ ഘട്ടം ഘട്ടമായി അവിടെ വരുന്നുണ്ട്. അവസാനത്തെ ശഫാഅത്ത് അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ടൊരു വിഭാഗത്തെ ക്ലീനാക്കലോടെ ഒന്നാമത്തെ തട്ട് കാലിയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്